ഡാ ചേട്ടാ ഇവനെ തല്ലല്ലേ. റീച്ചലേ നീ കൈവിട്. ഇല്ല. ഡോ നിർത്തടോ. താൻ ചേട്ടനാന്ന് പറഞ്ഞ ഷോർക്കല്ലേ. റീച്ചു വേണ്ട. നീ ഒന്നും മിണ്ടാണ്ടുന്നേമി. കുറേ നാളെ ഭയങ്കര തുടങ്ങിയിട്ട് തനിക്ക് എന്തിനു കേടാടോ. ഇവനെ വിട്ടിട്ട് പട്ടിയെത്തല്ലെന്നല്ല ഇപ്പം തനിക്ക് എന്ത് മനസ്സ് കോടോ കിട്ടിയത്. റീച്ചു അയ്യോ റീച്ചലേ റീച്ചു എണീക്ക് മോളെ എണീക്ക്. ഇവക്ക് എന്താ പറ്റിയ ഇവളൊന്നും എണീക്കാത്ത. പേടിക്കണ്ട, BP ഹൈ ആയതാ. ഇന്ന് നമുക്കുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. അതിൻ്റെ ആവശ്യമില്ല, അവൾക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്, ഞാനാ നോക്കാറ്. അതുപോട്ടെ, നിന്റെ പേരെന്താ? അമീൻ. ഞാനവളെ ആദ്യമായിട്ട് അടിക്കണേ, പാവം വേദിച്ചാണ്. അവൾക്ക് ഇങ്ങനെ പ്രശ്നമുള്ള കാരണം ഞങ്ങൾ ആരും അവളെ കരയിപ്പിക്കാറില്ല. ഇനി നീയായിട്ട് അവളെ കരയിപ്പിക്കരുത്. ഇല്ല ഏട്ടാ, ഞാനായിട്ട് അവളെ കരയിപ്പിക്കില്ല. എന്നാ ഞാൻ പുറത്തേക്ക് വെക്കാം, അവൾ എണീക്കുമ്പോൾ അങ്ങോട്ട് വരാൻ പറഞ്ഞാൽ മതി. ശരി. പിന്നെ ഈ ചേട്ടൻ നമ്മുടെ വീട് വേണ്ട കേട്ടോ. പിന്നെ നീ അളിയാന്ന് വിളിച്ചോടാ. അമ്മീ ചേട്ടൻ എന്തി? ആ താൻ എണീറ്റോ? താനിപ്പോൾ ഓക്കെ ആണോ? ചേട്ടൻ ചേട്ടൻ പുറത്തുണ്ട്. തനിക്ക് ഇങ്ങനെയുള്ള പ്രശ്നമുള്ളതിനും താൻ എന്താ എന്നോട് പറയാനേ? അത് സാരമില്ല, പോട്ടെ. അങ്ങോട്ട് ചെല്ല്, ചേട്ടൻ വീട്ടിൽ നിൽക്കുക. ശരി. എന്നാലും എൻ്റെ കൊച്ചേ എന്താ പറ്റിയേ? ഒന്നും പറയണ്ട എൻ്റെ മമ്മിയെ. ഒരടി കണ്ടപ്പോൾ പിടിച്ചു മാറ്റാൻ പോയതാ. എനിക്കും കിട്ടിയ ഓർമ്മ. നിനക്ക് എന്നാത്തിൻ്റെ കേടായിരുന്നു? അത് തന്നെ ഞാൻ ആലോചിക്കണേ. ഇത് എന്നാത്തിൻ്റെ കേടാണ് എൻ്റെ കർത്താവ് എനിക്ക്. അല്ലേ ഒളിഞ്ഞ് വഴി കൂടെ പോണ വള്ളി മൊത്തം പിടിച്ചോണ്ട്. അല്ല നിനക്ക് വേദനയുണ്ടോ? ഇല്ല ചേട്ടാ, അടിച്ചപ്പോൾ വേദന ഉണ്ടായില്ല, സൗണ്ട് ഉണ്ടായുള്ളൂ. ഇങ്ങേരുത് എവിടെ നിന്ന് വരുന്നു. അടിക്കുമ്പോൾ പിന്നെ വേദന എടുക്കാണ്ട് ഇക്ലിയാവും. എന്നെ അടിച്ചാണ് നോക്കി വെച്ചിട്ടുണ്ട്, അവനിട്ട് കൊടുത്തോളാം. എൻ്റെ പൊന്നു റേച്ചു, ഒരു വഴക്കിനും പോകല്ലേ. ഇവിടെ ഒരുത്തരുണ്ടാക്കിയ പ്രശ്നത്തിൻ്റെ ക്ഷീണന്മാരുണ്ടില്ല. അപ്പം അടുത്തത് അതുകൊണ്ട് ഡോക്ടറിനെ ഓടിക്കുമ്പോൾ ഏതോ ഒരു പെൺകൊച്ചിനെ പ്രേമിച്ച് രാത്രി അവളെ കാണാൻ വേണ്ടി അവളുടെ വീടിനെ മതിലാക്കി. ലാസ്റ്റ് ആ കൊച്ചിൻ്റെ അപ്പനമ്മയും കൂടി അങ്ങോട്ട് വന്നു. അന്നൊരു കണക്കാണ് ഇച്ചാനത് കാര്യം ഒഴിവാക്കിയത്. എന്നിട്ട് ഇനി ഇങ്ങനത്തെ ഒരു കുരിക്കുമ്പോൾ കാണാണ്ടിരിക്കാൻ വേണ്ടി പള്ളിക്കുന്നായിരുന്നു. എന്നിട്ട് അവൻ അതിന് പോയില്ല. പിന്നെ പെണ്ണാട്ടാൻ വന്നാലും അതും ചെയ്യില്ല. ലാസ്റ്റ് അതുമില്ല ഇതുമില്ല. മമ്മി അതെന്തിനാ ഇപ്പോൾ പറഞ്ഞേ? കിടന്ന് കയറണ്ട. ഇത് താങ്കാട്ടിക്കുറ്റ ബുക്കിലൊക്കെ ഈ പഞ്ചായത്തുകാർക്ക് മൊത്തം അറിയാം. മോളും അത്ര മോശമൊന്നുമല്ല. ഇവർ ഇച്ചിരി കൊഴുത്തിലുണ്ടെന്നല്ലേ ഉള്ളൂ. നീയോ? നീ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് എനിക്കും നിന്റെ അപ്പനും നിന്റെ വഴക്ക് തീർക്കാനും നേരം ഉണ്ടായുള്ളൂ. എന്തായാലും ഞാൻ ചേട്ടനോട് പറയട്ടെ കേട്ടാ. അയ്യോ അപ്പൻ പറഞ്ഞാ കയ്യുന്നു പോലും. മമ്മി എന്തിനാ വെറുതെ അവിടെ ഇരിക്കണം അപ്പൻ്റെ BP കൂട്ടണേ? ഓ അത് കുഴപ്പമില്ല. നീ ഇവിടെ നടക്കണ കാര്യങ്ങൾ അപ്പൻ അറിയണ്ടേ? അത് തന്നെ മമ്മി, അപ്പനെ വിളിച്ചു പറ. ഇവിടെ എനിക്കിട്ട് പണിയാണല്ലോ ഭർത്താവ്. മമ്മി ഡോണ്ടു. എന്നാ ശരി, വിളിച്ചു പറയുന്നില്ല. വേഗം കഴിച്ചിട്ട് എണീറ്റ് വാ നോക്ക്. കർത്താവേ കാത്തോണേ. മോളെ റേച്ചു. എന്താ? റേച്ചലേ. ഹൈഷ്, തനിക്ക് എന്താണ്? എന്താണ് മോളെ, മോട്ടാണോ? ആണെങ്കിൽ അത് ശരി, ഞാൻ അടിച്ചത് വേനെടുത്താ? ഇല്ല, സൗണ്ട് ഉണ്ടായുള്ളൂ. പോട്ടേന്ന് നീക്കി ഒരടിയുടെ കുറവുണ്ടായി, അത് കിട്ടിയെന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി. ആണോ? തനിക്ക് ഒരെണ്ണത്തിന് കുറവുണ്ട്, തരട്ടെ ഞാൻ. അയ്യോ വേണ്ട, നിനക്കടിയുടെ കുറവൊന്നുമില്ല, നീ ഇരിക്കല്ലേ. എന്നാലും ആ പാവത്തിന് അങ്ങനെ അടിക്കണ്ടായിരുന്നു. പാവോ? അടിയുടെ ഇടയിൽ കൂടെ എൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചപ്പോഴേ എനിക്ക് മനസ്സിലായി പാവമാണെന്ന്. അതിൻ്റെ ഇടയിൽ അങ്ങനെ സംഭവിച്ച കണക്കായിപ്പോയി. പിന്നെ നിനക്കത് പറയാം, മനുഷ്യരുടെ കഴുത്ത് നനക്കാൻ പറ്റണില്ല. ശരി, പോയി കിടന്നുറങ്ങ്. എനിക്ക് ഉറക്കം വന്നിട്ടും പാടില്ല. എന്നാ ശരി, ഗുഡ് നൈറ്റ്.